ഹായ് നമസ്കാരം. അപ്പോൾ ജലാലുദ്ദീൻ തങ്ങളം നമ്മുടെ കൊച്ചിൻ സെവൻ ആർട്സിലും അതുപോലെ ഒരുപാട് ട്രൂപ്പുകളും ഇപ്പോൾ നമ്മുടെ മനോജ് ഗിന്നസേൻ്റെ ട്രൂപ്പിലല്ലേ. അപ്പോൾ എന്തായാലും മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ചങ്കാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അവസരം തന്നു. അല്ല മനേട്ടൻ്റെ കൂടെ ഓണമാവരും പിന്നെ നമ്മൾ കാസറ്റിലുണ്ടായിരുന്നു. പിഷാരടി ചേട്ടൻ ഉണ്ടായിരുന്നു, പാഷാൻ ഷാജി ഒക്കെ ഉണ്ടാകുന്ന ട്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു, രാജേഷ് പറവൂര്, പ്രശാന്ത് കല്യൂരിട്ടൊക്കെ ഉള്ള. അപ്പോൾ എന്തായാലും ഒരു കാലത്ത് ഞങ്ങൾ ചിരിപ്പിക്കുകയും അനൗൺസ്മെൻറ്റിലൂടെയൊക്കെ നമ്മുടെ ഷിയാസ്ക്ക ദൈവമേ ഷിയാസ്കാരൊക്കെ എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ നമുക്ക് ഓടി വരുന്നൊരു ഇക്കായാണ്. കുറേ നാൾ പ്രവാസിയായിരുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ 18 വർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ പറഞ്ഞല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ കൂടുകയാണോ? ഇവിടെ പ്രോഗ്രാമായിട്ട് കൂടുന്നു അല്ലേ? ആ ശരി. പ്രോഗ്രാംസ് ഉണ്ടോ? കൊച്ചി നവോദയയുടെ പ്രോഗ്രാം ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഗോവയുണ്ട്. ഓ ഇവിടെ മിസ് ചെയ്യുന്നുണ്ടോ ഇക്കാക്ക്? അതായത് നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ അത് ഭയങ്കരമായി പോട്ടെ. കലകളെയും കലാകാരന്മാരെയും ആവുകളും ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ. എന്നാലും സന്തോഷം. ആയിക്കോട്ടെ. എന്തായാലും ആ അനൗൺസ്മെന്റ് ഭയങ്കരമായിട്ടോ അല്ലേ. ഒരു സംഭവം കിട്ടിയ കലക്കൂല്ലേ കലാകാരന്മാർ. നമ്മുടെ ഷിയാസ്കയുടെ കൂടെ പരിപാടിക്ക് മാറ്റം ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും സാഗർ ഷിയാസാണ് നമ്മളെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അത് തന്നെ. അപ്പൊ നമ്മുടെ പഴയ കലാകാരന്മാർക്കൊക്കെ അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുമ്പോഴല്ലോ ആ അനൗൺസ്മെന്റ് അല്ലേ. പ്രവാസ ജീവിതത്തിലേക്ക് പോയെങ്കിൽ അവിടെ കുറെ പരിപാടി ചെയ്യുമായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും അവിടെ എല്ലാ പ്രോഗ്രാമും സിർഗാടെ പരിപാടി, നാഗർഷയുടെ പരിപാടി. എന്തായാലും സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. താങ്ക് യു.